നാം ഓർക്കണം, നമ്മുടെ നാട്ടിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത് മദ്രസകളിലൂടെയാണ്. മാതാപിതാക്കളെ അനുസരിക്കാൻ പഠിപ്പിക്കുന്നത് മദ്രസകളിലൂടെയാണ്. ഈ മദ്രസകളും പള്ളികളുമൊക്കെ ആരാധനാലയങ്ങളുമൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട് കലുഷിതമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുമായിരുന്നേനെ. നാം താമസിക്കുന്ന നമ്മുടെ രാജ്യം മനുഷ്യരാശിയുടെ ഒരു ഉദ്യാനമാണ്. നമ്മുടെ രാജ്യം മനുഷ്യരാശിയുടെ ഒരു പൂന്തോപ്പാണ്. നമ്മുടെ രാജ്യം മനുഷ്യരാശിയുടെ ഒരാരാമമാണ്. ആരാമമെന്നും ഉദ്യാനമെന്നും പൂന്തോപ്പ് എന്നും വിശേഷിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള ചെടി മാത്രമുള്ള പ്രദേശത്തെ അല്ല. വിവിധങ്ങളായ ചെടികൾ, വർണ്ണഭംഗിയുള്ളതും സൗരഭ്യം കൂടിയതും കുറഞ്ഞതും, അങ്ങനെ വിവിധങ്ങളായ ചെടികൾ തോളോരു തോളുരുമ്മി നിൽക്കുന്നു. ഒരു ഭാഗത്ത് നിന്ന് കാറ്റടിക്കുമ്പോൾ മറുഭാഗത്തേക്ക്, അവിടെ നിന്ന് കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക്, പരിസരത്തെല്ലാം അതിൻ്റെ സൗരഭ്യം ആ പൂന്തോപ്പിലേക്ക് കയറി വരുന്ന ഒരു കൊലയാളി പോലും ആ പൂക്കളുടെ ലാളിത്യം കാണുമ്പോൾ, ആ പൂവിൻ്റെ വർണ്ണഭംഗി കാണുമ്പോൾ, ആ പൂവിൻ്റെ സൗരഭ്യം ആസ്വദിക്കുമ്പോൾ ഒരു കൊലയാളിയുടെ മനസ്സും ശാന്തമാകും. ഇതാണ് ഒരു പൂന്തോപ്പിൻ്റെ ഉദാഹരണമെങ്കിൽ നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളം, നമ്മുടെ മലപ്പുറം, നമ്മുടെ പൊന്നാനി, നമ്മുടെ മാറഞ്ചേരി, ഇതെല്ലാം ആ ഉദ്യാനങ്ങളാണ്. ഈ ഉദ്യാനത്തിൽ വിരിഞ്ഞ മനുഷ്യ കുസുമങ്ങളായ മുസ്ലിംകളും ഹൈന്ദവരും ക്രൈസ്തവരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും, അവർക്കെല്ലാം ഉള്ള സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പരസ്പര സഹായ സഹകരണത്തിൻ്റെയും ചിഹ്നങ്ങളാണ് ആരാധനാലയങ്ങൾ. ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും അതെല്ലാം ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിളംബരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പരിശുദ്ധ കേന്ദ്രം നല്ല പ്രൗഢമായ രീതിയിൽ ഈ പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിൻ്റെ കൂടെ നിന്നു എന്നത് സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. സ്വാഗത പ്രസംഗം പറഞ്ഞ മാന്യവക്തി ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ വിവിധ സാമഗ്രികൾ സംഭാവന ചെയ്ത കൂട്ടത്തിൽ ഈ പള്ളിയുടെ വെളിച്ചം നൽകുന്നതിന് വേണ്ടി സഹായിച്ചത് സഹോദര സമുദായത്തിലെ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ നിഷ്കാമമായ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി തയ്യാറായി ഒരു വ്യക്തിയാണെന്ന് കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരങ്ങളെ, മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഉണർത്തുന്നത്, അർഹതപ്പെട്ടവർക്ക് അർഹമായത് വകവെച്ചു കൊടുക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാന ആശയം. അദ്ദീനു അന്നസിഹ. ദീൻ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് അർഹമായത് വകവെച്ചു കൊടുക്കുക, പ്രായമുള്ളവരെ ആദരിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഗുരുവര്യരെ അനുസരിക്കുക, ഭാര്യമാരെ സ്നേഹിക്കുക, മക്കളോട് വാത്സല്യം കാണിക്കുക, ഓരോന്നിനും അർഹതപ്പെട്ടത് അർഹമായവർക്ക് വകവെച്ചു കൊടുക്കുക എന്നതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ആശയം.
ആ ആശയത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഇസ്ലാം സമാധാനം. ആ സമാധാനത്തിൻ്റെ മുസ്ലിംകൾ പരസ്പരം അഭിവാദ്യത്തിൻ്റെ പ്രാർത്ഥന അസ്സലാം, സമാധാനത്തിൻ്റെ ദാതാവ്, അസ്സലാമു അലൈക്കും എന്ന ആ കാരുണ്യ പ്രാർത്ഥന, അസ്സലാം, സമാധാനത്തിൻ്റെ ദാതാവ്. നാം തമ്മിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആ സമാധാനത്തിൻ്റെ ഒരു മനസ്സ്. ലോകത്ത് മറ്റെന്തെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായാലും സമാധാനമില്ലെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷകരമായ ഒരു ജീവിതം കാഴ്ചവെക്കുക സാധ്യമേ അല്ല. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിൻ്റെ പാലം പണിയുക, അതാണ് പള്ളികളും ആരാധനാലയങ്ങളുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായത്. പരസ്പരം കുഴപ്പത്തിനും കലഹത്തിനും അക്രമത്തിനും അനീതിക്കും കൊലവിളിക്കും ഒരു മതവും ഇവിടെ പഠിപ്പിക്കുന്നില്ല. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ധർമ്മമാണ്, സത്യമാണ്, നീതിയാണ്. ഞാൻ കൂടുതൽ പഠിച്ചത് ഇസ്ലാം മതത്തെക്കുറിച്ചായതുകൊണ്ട് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇസ്ലാം അത് സമാധാനത്തിൻ്റെ മതമാണ്. ഇസ്ലാം അത് സാഹോദര്യത്തിൻ്റെ മതമാണ്. ഇസ്ലാം മനുഷ്യരാശിക്ക് സ്നേഹവും സമാധാനവും നൽകുന്ന മതമാണ്. മനുഷ്യ മനസ്സുകളെ സ്നേഹത്തിൽ കോർത്തിണക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ സ്നേഹത്തിൻ്റെ കേന്ദ്രങ്ങളാണ് നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ പള്ളികൾ. ഈ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളോടും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രത്യേക പട്ടണമായ രാജ്യമായ അൽ മദീനത്തുൽ മുനവ്വറ അതിനെ ഒരു സൊസൈറ്റിയാക്കി രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം രണ്ട് വിഭാഗമാണ്. ഔസ് ഒരു വിഭാഗം, ഖസ്റജ് ഒരു വിഭാഗം. ഭരണ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്ത് പറയാൻ പറ്റാവുന്ന തരത്തിൽ പറഞ്ഞാൽ UDF LDF രണ്ട് പ്രധാന, അവരോടൊപ്പം കക്ഷി ചേർന്ന് നിൽക്കുന്നു. രണ്ട് മുന്നണികളാണ് LDFും UDFും. അന്നത്തെ ഔസും ഖസ്റജും രണ്ട് മുന്നണിയാണ്. പക്ഷെ ആ രണ്ട് മുന്നണികൾ എപ്പോഴും വാളെടുക്കുകയും യുദ്ധം ചെയ്യുകയും പ്രശ്നകലുഷിതമായ അന്തരീക്ഷവുമാണ് അവിടെ. അവിടേക്കാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുന്നത്. മുത്തുനബിയുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് ആളുകളെല്ലാം പ്രവാചകന്റെ സന്ദേശം കേൾക്കുന്നതിന് തടിച്ചുകൂടിയിട്ടുണ്ട്. പരസ്പര വൈരികളായ ഇരുവിഭാഗത്തെ മുന്നിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔസ് ഖസ്റജ് എന്ന മുന്നണിയുടെ പേരങ്ങോട്ട് മാറ്റി. എന്നിട്ട് അവിടെ മദീനക്കാരായി താമസിക്കുന്ന ഇവരെല്ലാം അൻസാരികൾ എന്ന് വിളിച്ചു. മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്നിരിക്കുന്ന ആളുകളെ മുഹാജിറുകൾ എന്ന് വിളിച്ചു. അങ്ങനെ മുഹാജിറുകളും അൻസാറുകളും. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ പ്രസംഗം ശരീരം കൊണ്ട് അടുത്തിരിക്കുകയും അകന്നിരിക്കുകയും ആകാം. അത് മനുഷ്യന്റെ സാഹചര്യം അനുസരിച്ച് വരും. ശരീരം അടുത്താലും അകന്നാലും അടുത്തിരിക്കേണ്ടത് മനസ്സുകളാണ്. അതുകൊണ്ട് മനസ്സ് എപ്പോഴും അടുത്തിരിക്കണം. ആ മനസ്സ് അടുത്തിരിക്കുന്നതിന് അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ അസ്സലാം അസ്സലാം അസ്സലാം, സമാധാനം സമാധാനം സമാധാനം. അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ്. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദാറുസ്സലാമിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അത് സ്വർഗത്തിന്റെ നാമമാണ്. ഐഹിക ജീവിതത്തിൽ സമാധാനം. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സമാധാനത്തിന്റെ പാലം പണിയണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തുനബിയുടെ ആദ്യത്തെ പ്രഖ്യാപന പ്രസംഗം
മദീനയിൽ നടന്നിട്ടുള്ളത്. അത് കഴിയുന്നതോടുകൂടെ മുഹാജിറുകളായ ആളുകളെ മുഴുവനും വിരുന്നുകാരായി സ്വീകരിച്ചു അൻസാരികൾ. അൻസാരികളെ മുഴുവനും സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്തു മുഹാജിറുകൾ. അവർക്കിടയിൽ പലായനം ചെയ്ത് വന്നവരെന്നോ സ്ഥിരമായ താമസക്കാരായ നാട്ടുകാരെന്നോ ഉള്ള ആ വ്യത്യാസം ഇല്ലാതെ എത്രത്തോളം അവർ തമ്മിൽ പരസ്പരമായി മനസ്സുകൊണ്ട് അടുത്തു എന്ന് ചോദിച്ചാൽ, 2 ഭാര്യയുണ്ടായിരുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന് 2 വീടുകൾ, 2 ഈത്തപ്പനത്തോട്ടം, അദ്ദേഹത്തിന് 2 വാഹനം, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ നബിയേ, എനിക്ക് കൂട്ടുകാരനായി കിട്ടിയ ആൾ എന്നെപ്പോലെ ആരോഗ്യവാനാണ്. അദ്ദേഹം എന്നെപ്പോലെ ചോരയും നീരും അഭിമാനവും ഒക്കെ ഉള്ള ആളാണ്. ഞാനും അദ്ദേഹവും എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. പക്ഷേ എനിക്ക് 2 ഭാര്യമാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് എൻ്റെ 2 ഭാര്യമാരിൽ ഒരാളെ ഞാൻ മൊഴി ചൊല്ലിയിട്ട് ഞാൻ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് എൻ്റെ 2 വീടുകളിൽ ഒരു വീടും അദ്ദേഹത്തിന് കൊടുക്കട്ടെ. എൻ്റെ 2 വാഹനത്തിൽ ഒരു വാഹനവും അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചക സന്നിധിയിൽ എത്താൻ മാത്രമുള്ള മാനസിക പരിവർത്തനം അവർക്കുണ്ടാക്കിയെടുത്തു ഇസ്ലാം എന്ന സമാധാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് പള്ളികളെയും ആരാധനാലയങ്ങളെയും മദ്രസകളെയും ഒക്കെ ചുറ്റിപ്പറ്റി സുഖകരമല്ലാത്ത വാർത്തകൾ പ്രചരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. മതകേന്ദ്രങ്ങൾ അത് സമാധാനത്തിന്റെ ചിഹ്നമാണെന്നതിന് പകരം അത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ അടയാളങ്ങളായി ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഈയിടെ മദ്രസകളെ കുറിച്ചൊക്കെ ഈ ആഴ്ചയിൽ വാർത്തകളിലും പത്രങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നു. നാം ഓർക്കണം, നമ്മുടെ നാട്ടിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത് മദ്രസകളിലൂടെയാണ്. മാതാപിതാക്കളെ അനുസരിക്കാൻ പഠിപ്പിക്കുന്നത് മദ്രസകളിലൂടെയാണ്. ഈ മദ്രസകളും പള്ളികളുമൊക്കെ ആരാധനാലയങ്ങളുമൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട് കലുഷിതമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുമായിരുന്നേനെ.